കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിന് സമീപം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഹൈവേകളിലൊന്നായ 101 ഫ്രീവേക്ക് മുകളിലൂടെ ഒരു അസാധാരണ പാലം ഒരുങ്ങുകയാണ്. ഇത് മനുഷ്യർക്കുള്ള പാലമല്ല, വാഹനങ്ങൾക്കുള്ള പാലവുമല്ല, മറിച്ച് കാട്ടിലെ ജീവികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരുക്കുന്ന ഒരു പച്ച പാലമാണ്. വാലിസ് അനൻബർഗ് വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്ന പേരിലുള്ള ഈ പദ്ധതി അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ വന്യജീവി സംരക്ഷണ പദ്ധതികളിലൊന്നായി മാറിയിരിക്കുകയാണ്. ലോസ് ഏഞ്ചൽസിനടുത്തുള്ള സാന്റാ മോണിക്ക മലനിരകളിലാണ് ഈ പദ്ധതി. വർഷങ്ങളായി 101 ഫ്രീവേ ഈ മേഖലയിലെ വന്യജീവികളുടെ സ്വാഭാവികമായ യാത്രാമാർഗത്തെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. മൗണ്ടൻ ലയൺസ്, കോയട്ടുകൾ, മാനുകൾ, ബോംബെ കാറ്റുകൾ തുടങ്ങി നിരവധി ജീവികൾക്ക് അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകളിലേക്ക് സഞ്ചരിക്കാൻ ഈ ഹൈവേ വലിയ തടസ്സമായി മാറി. രാത്രിയുടെ ഇരുട്ടിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച പല മൃഗങ്ങളും വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രദേശത്തെ മൗണ്ടൻ ലയൺ വിഭാഗം വലിയ ഭീഷണി നേരിടുകയാണ്. വന്യജീവികൾക്ക് വലിയ പ്രദേശങ്ങൾ ആവശ്യമാണ്. ഭക്ഷണം കണ്ടെത്താനും കൂട്ടാളികളെ തേടാനും പുതിയ പ്രദേശങ്ങളിലേക്ക് മാറാനും അവയ്ക്ക് സ്വതന്ത്ര സഞ്ചാരം വേണം. എന്നാൽ മനുഷ്യരുടെ വികസനവും ഹൈവേകളും അവയുടെ വഴികൾ അടച്ചു. ഇതിന്റെ ഫലമായി ചെറിയ ജനസംഖ്യകളായി വേർപെട്ട ജീവിവർഗങ്ങൾ ജനിതക വൈവിധ്യം കുറയുകയും വംശനാശ സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് ഈ ഗ്രീൻ ബ്രിഡ്ജ് ഒരുങ്ങുന്നത്. പാലം പൂർത്തിയായാൽ മൃഗങ്ങൾക്ക് റോഡിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് സുരക്ഷിതമായി കടക്കാം. പാലത്തിന് മുകളിൽ മരങ്ങളും പുല്ലുകളും കുറ്റിച്ചെടികളും ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത അന്തരീക്ഷം ഒരുക്കും. അതിലൂടെ മൃഗങ്ങൾക്ക് ഇതൊരു കോൺക്രീറ്റ് പാലമായി തോന്നാതെ അവരുടെ സ്വാഭാവികമായ കാടിന്റെ തുടർച്ചയായി അനുഭവപ്പെടും. വാഹനങ്ങളുടെ ശബ്ദവും വെളിച്ചവും കുറയ്ക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിക്ക് എല്ലാവരുടെയും പിന്തുണ ലഭിച്ചിട്ടില്ല. കാരണം ഇതിന്റെ നിർമ്മാണ ചെലവ് $100 മില്യൺ എത്തിയതോടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. വിമർശകർ ചോദിക്കുന്നത് ഇത്രയും വലിയ തുക ഒരു പാലത്തിനായി ചിലവഴിക്കേണ്ടതുണ്ടോ എന്നാണ്. കാലിഫോർണിയയിൽ ഭവന പ്രശ്നം, ഗതാഗത പ്രശ്നം, സാമൂഹ്യ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി അടിയന്തര വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ പണം മറ്റിടങ്ങളിൽ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നാണ് അവരുടെ വാദം. ചിലർ ഇതിനെ പരിഹാസത്തോടെ ബ്രിഡ്ജ് ടു നോവെയർ എന്ന് വിളിക്കുന്നു. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് മറ്റൊന്നാണ്. ഇത് വെറും ഒരു പാലമല്ല, മനുഷ്യരുടെ വികസനം കാരണം നഷ്ടപ്പെട്ട പ്രകൃതിയുടെ ഒരു ബന്ധം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണിതെന്നാണ് അവരുടെ വാദം. ഇന്ന് ചിലവേറിയതായി തോന്നുന്ന ഇത്തരം പദ്ധതികൾ ഭാവിയിൽ ജീവിവർഗങ്ങളുടെ സംരക്ഷണത്തിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കും നിർണായകമാകുമെന്ന് അവർ പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി പാലങ്ങൾ ഇതിനകം വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. വാലിസ് അലൻബർഗ് വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഒരു പാലത്തെക്കാൾ വലിയൊരു ചർച്ചയാണ് ഉയർത്തുന്നത്. വികസനത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമിടയിൽ മനുഷ്യൻ എവിടെ ഒരു സമതുലനം കണ്ടെത്തണമെന്ന ചോദ്യമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഒരു വശത്ത് കോടികൾ ചിലവഴിക്കുന്ന പദ്ധതി, മറുവശത്ത് മനുഷ്യരുടെ വികസനത്തിൽ നഷ്ടപ്പെട്ട ഒരു പ്രകൃതി വഴി തിരികെ നൽകാനുള്ള ശ്രമം. ഭാവിയിൽ ഇത്തരം പദ്ധതികൾ കൂടുതൽ ആവശ്യമാകുമോ അതോ ഇതൊരു അമിത ചെലവാണോ? കാലം അതിന് ഉത്തരം നൽകും. ഇത് കാലിഫോർണിയയിലെ ഒരു പാലത്തിന്റെ കഥ മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പരീക്ഷണം കൂടിയാണ്.